യു.എസ് അടുത്ത ഒരു നീക്കം നടത്തുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിലെ റാഖൈൻ പ്രവിശ്യ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരികയാണ്. സർ, എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ ഉരുത്തിരിച്ചുകൊണ്ട് വരുന്നത് അമേരിക്ക. അതിപ്പം നാളെ കാലത്തെ ചർച്ചയിലേക്ക് വരും. നമ്മളത് ആദ്യമേ അത്തരത്തിലൊരു ചർച്ച നമ്മൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. കാരണം റൈക്കൻ സ്റ്റേറ്റ്, അതായത് ഒരു പക്ഷേ എനിക്കൊന്ന് മ്യാൻമറിലെ ഒരു സ്റ്റേറ്റ് ആണ്. ഇതിപ്പം അരക്കൻ ആർമിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. കാരണം നിൽക്കട്ടെ, പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന അമേരിക്കയുടെ ഒരു സോക്കേടാണ്. അതായത് ഈ പറയുന്ന ബംഗ്ലാദേശ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ബേ ഓഫ് ബംഗാൾ ആ സമുദ്രത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ, ഇവിടെ എവിടെയെങ്കിലും ഒരു സൈനിക താവളം അവർക്ക് വേണം. സൈനിക താവളം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവർക്കും വേറെ ഏതെങ്കിലും രാജ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് അല്ലെ ഡെവലപ്പ് ആകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കീഴിൽ നിൽക്കുന്ന മാനസികാവസ്ഥ ഉള്ളപ്പോൾ ലോകത്തുടനീളം ഇത്തരത്തിൽ സൈനിക താവളം ഇടുമ്പോൾ ഇന്ത്യക്കും ഒരുപക്ഷെ ചൈനയ്ക്കും അടുത്ത് അവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ, അല്ലെങ്കിൽ അതിന് വിലങ്ങുതടി ഉണ്ടാക്കാൻ, അവരുടെ നീക്കങ്ങളെ ഇവരിലൂടെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നു. അത് പല ഘട്ടവും പതിറ്റാണ്ടുകളായിട്ട്, അതായത് കാലങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതെ വരും. ഈ ഹസീന ഇരുന്ന സമയത്ത് ഈ പറയുന്ന അവിടുത്തെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപ് പിടിക്കാൻ നോക്കുന്നു. ആ ദ്വീപ് അത് കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് പലവട്ടം ചോദിച്ചു. അതുകൊണ്ടാണ് ഈ ഹസീന എന്ന് പറയുന്നവരെ അവിടെ നിന്ന് അതുപോലെ അനൗദ്യോഗികമായിട്ട് അട്ടിമറി നടത്തി. അതിന്റെ പുറകിലൊക്കെ അമേരിക്കയുടെ ഒക്കെ നല്ല കൈയുണ്ട്. അന്ന് ബൈഡൻ ആയിരുന്നു, ബൈഡന്റെ ഒക്കെ നല്ല കൈയുണ്ട്. അതിനുശേഷം ബൈഡന്റെ താല്പര്യക്കാരനായിട്ടുള്ള യൂനസിനെ അവിടെ കൊണ്ടുവെക്കുന്നു. രാജ്യത്ത് ബംഗ്ലാദേശിൽ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തി കയറാൻ പറ്റാത്തവനെ അമേരിക്കയിൽ കൊണ്ടുവന്ന് നോബൽ സമ്മാനം കൊടുത്ത് കാലങ്ങളായിട്ട് അവിടെ നിർത്തി, അവനെ ഒരുക്കി നിർത്തി ഒരവസരം വന്നപ്പോൾ ഇവിടെ ഏൽപ്പിച്ചതാണ്. അപ്പൊ ഏൽപ്പിച്ചതിന് ശേഷമുള്ള നീക്കങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ നീക്കങ്ങളൊന്നും ഈ പറയുന്നത് പോലെ അങ്ങ് പൂർണ്ണതയായിട്ടും ഫ്ലോയിലായിട്ടും പോയിട്ടില്ല. കാരണം നമ്മളുടെ ഇടപെടിയിൽ അതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ചൈനയുടെ ഇടപെടിയില്ലാത്തതുണ്ട്. ഇപ്പം ഈ ഒരു വിഷയത്തിനകത്ത് ആദ്യം ചൈന അഭിപ്രായം പറഞ്ഞു. കാരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ചെന്ന് കയറുന്നത് റേക്കൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ അതിനകത്തൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ഇടപെട്ടേക്കുന്നത്. സെക്രട്ടറി പറഞ്ഞേക്കുന്നത് അവിടെ കുറെ രോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട്, അത് 20 ലക്ഷമുണ്ട്. അവിടുന്ന് ഈ അരക്കൻ ആർമി യവന്മാരെ അടിച്ച് ഒരു ദൂരെ കളയും. കാരണം ലോകത്താർക്കും വേണ്ട, നിയമം കൊണ്ട് താമസിപ്പിക്കട്ടെ. ലോകത്താർക്കും വേണ്ടാത്തൊരു സാധനമായത്. കാരണം എവിടെ ചെന്നാലും ഇവന്മാര് പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഈ സ്റ്റേറ്റിൽ കൂടി ഒരു പാത ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിന്റെ അധികാരം എവിടെയിലാണെങ്കിൽ മാത്രമേ, അതായത് അരക്കൻ ആർമി എന്ന് പറയുന്ന സംവിധാനം ഈ പറയുന്ന റൈക്കൻ സ്റ്റേറ്റ് അവരുടെ കയ്യിലിരിക്കുന്നുണ്ട്. അവനെ അടിച്ചൊതുക്കി. കാരണം ഇതിന്റെ ഈ റൈക്കൻ സ്റ്റേറ്റിന്റെ കച്ചവടം ആദ്യമേ ഈ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്ന് പറയുന്ന വ്യാജേന കൈ മേടിച്ചോണ്ട്, പിന്നെ എന്തോ ഐക്യരാഷ്ട്രസഭ എന്തോ നമുക്കറിയാമല്ലേ, ഈ അമേരിക്ക ഉണ്ടാക്കി വെച്ചേക്കുന്ന ചില സാധനമാണല്ലോ ഐക്യരാഷ്ട്രസഭ, ലോക കോടതി. ഇതൊക്കെ ഇവൻ പറയുന്നിടത്ത് ആൾക്കാരെ വിധിക്കാനും, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാനും, അവിടെ പ്രശ്നം ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഇവിടെ കാര്യം പറയാനും, അല്ലെങ്കിൽ അതിന്റെ കുറെ ഫണ്ട് മേടിച്ചിട്ട് ലോകത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംവിധാനം. പക്ഷെ ഈ സംവിധാനത്തിനൊക്കെ ഇപ്പൊ പഴയ പോലുള്ള കാര്യമൊന്നുമില്ല. പലവട്ടം ഇസ്രായേൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഓടാ എന്റെ പാട്ടം നീ പറഞ്ഞു പുള്ളി. ഐക്യരാഷ്ട്രസഭ നീന്റെ കാര്യം നോക്ക്, ഈ ഇവിടെ കയറിയ ഐക്യരാഷ്ട്രസഭയാന്ന് പറഞ്ഞ് ഇവിടെ കയറിയ മുട്ടാലി ഞങ്ങൾ തല്ലി അടിക്കും. നെതന്യാഹു ഈ ഭാഷയിലല്ല പറഞ്ഞെങ്കിൽ ആ അർത്ഥത്തിൽ വരുന്ന ഭാഷയിലൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ ഇവിടെ ചെന്ന് പുടിന്റെ അടുത്ത് പറഞ്ഞ ഐക്യരാഷ്ട്രസഭ, എന്താ പുടിന്റെ അടുത്ത് പറയാത്ത? പുടിന് ആ മുട്ടുകാരും ഒമാരെ തല്ലി പിടിക്കും. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ആരും ആരായാലും. കാരണം അപ്പം ഇത് നടക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരിക. യൂനസിന് ഇതിനകത്തൊരു കാര്യമുണ്ട്. യൂനസിന് ഇപ്പൊ ഭരണം പോകുന്ന ഒരവസ്ഥയുണ്ട്. യൂനസിന്റെ കയ്യിൽ നിന്ന് എന്ന് ഭരണം പോകും എന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ല. കാരണം അവിടെ പട്ടാള ഭരണം പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അമേരിക്കക്കാരനെ അടുപ്പിക്കരുത്, പാകിസ്ഥാനെ ഇതിനകത്ത് കയറരുത്. കാരണം ഇപ്പോഴത്തെ പട്ടാള മേധാവി വക്കാർ ഹുസൈൻ, അയാളുടെ പേരെങ്ങനെയാന്ന് തോന്നുന്നു, പട്ടാള മേധാവി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേട്ടരുത്, ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ യൂനസിന്റെ ഉദ്ദേശം എന്താ? യൂനസിന്റെ രാജ്യമൊന്നുമല്ല പ്രശ്നം. യൂനസ് തന്നെ പ്രശ്നം. അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കണം. അതിനുശേഷം ഇയാളുടെ മകൾ അവിടെ ഉണ്ട്. ഇപ്പം ഈ അമേരിക്കയുടെ ഒരു ചാരി നിൽക്കുന്നതിന്റെ കാരണം ഇവിടെ ഇയാൾ അവിടെ ഒരു മകളുണ്ട്. അവർ ക്ലിന്റൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് അവിടെ കോടാനുകോടി രൂപ വെട്ടിച്ച് പൈസ പിരിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിൽ ഒരു കുറ്റക്കാരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്ലിന്റൺ ഫൗണ്ടേഷൻ അറിയാമല്ലോ, ഈ പറയുന്ന നേരത്തെ യൂനസ് ട്രംപ് അധികാരത്തിൽ വന്നപ്പം ഇനി അമേരിക്ക നശിക്കാൻ വേറെ കാരണം ഉണ്ടോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാ ഇയാൾ നോബൽ സമ്മാനമൊക്കെ മേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ ക്ലിന്റൺ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രംപിനെതിരെ ബൈഡന്റെ ഭാഗത്ത് നിൽക്കുന്ന, അന്ന് ഇവരെ എടുത്ത് പരിപോഷിപ്പിച്ചുകൊണ്ട് യൂഎസിനെ കൊണ്ടുവന്ന. അപ്പം ആ രീതി വരുമ്പോ ബൈഡന്റെ എതിരായിട്ട് ട്രംപ് അല്ലെങ്കിൽ ബൈഡന് എതിരായിട്ട് നിൽക്കുന്നത്
അനുകൂലമായിട്ട് നിൽക്കുന്നതും ട്രംപിനെതിരായിട്ട് നിൽക്കുന്നതും യൂനസിന്റെ മകളും അമേരിക്കയിലുണ്ട്. ആ യൂനസിന്റെ മകൾ അവർ ഏത് സമയം അകത്തു പോകാം. അപ്പം അതിനു വേണ്ടി ഈ ഒരു ഫേവർ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ നിന്നാൽ മാത്രമേ സ്വന്തം മകളെ രക്ഷിക്കാം. ബംഗ്ലാദേശ് നാളെ കാലത്ത് എങ്ങനെ പോയാലും യൂനസിനൊന്നുമില്ല. യൂനസിന് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ബംഗ്ലാദേശിനപ്പുറം ഇതുവരെ താമസിച്ച പോലെ നാളെ കാലത്ത് പോയി താമസിക്കാം. ഇപ്പൊ ഉണ്ടാക്കുന്ന പോലെ പൈസ വീണ്ടും ഉണ്ടാക്കാം. അപ്പൊ അയാൾക്ക് ആ അജണ്ടകൾ. അപ്പം ആ അജണ്ടയിൽ അയാൾ നിൽക്കുമ്പോൾ അവിടുത്തെ ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് താല്പര്യമായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ ഒക്കെ വിചാരിക്കുന്നതും ലോകമാധ്യമങ്ങൾ എഴുതുന്നതും അല്ലെങ്കിൽ ബംഗ്ലാദേശിന് നിലനിൽപ്പ് വേണമെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ തീരുമാനം എടുത്തു കൊടുത്താൽ പാകിസ്ഥാന് പറ്റിയതുപോലെ പണ്ട് റഷ്യൻ പട്ടാളത്തെ ഓടിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു അവസരം പാകിസ്ഥാനിൽ കൊടുത്തു. അറിയാമല്ലോ, ഈ നമ്മുടെ ഇവിടെ മറ്റേ ബംഗ്ലാദേശ് അല്ല, മറ്റേ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ ഈ റഷ്യൻ ഓടിക്കുന്നതിന് വേണ്ടി കൊടുത്തു. അവസാനം ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ തന്നെ. അന്ന് ഇവിടെ പാകിസ്ഥാനിൽ നിന്നുണ്ടോ? ഇതുവരെ പാകിസ്ഥാനിൽ നിന്ന് ഈ പറയുന്നത് പോലെ അമേരിക്ക തിരിച്ചു കയറിയിട്ടില്ല. ഇപ്പോഴും അമേരിക്കയുടെ തിട്ടൂരം അനുസരിച്ച് കിടക്കുവാണ്. ആ രാജ്യം രക്ഷപ്പെടുത്തിട്ട് അതേ അവസരത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരണ്ട എന്ന രീതിയിൽ പരസ്യമായിട്ട് ഇപ്പം അവിടുത്തെ ഈ സൈനിക മേധാവി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ വിഷയം അമേരിക്ക തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായം പറയുന്നു, അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ നീക്കം ഇത്തരത്തിലേക്കാണ്, ആ നീക്കം അത്തരത്തിലേക്കാണെന്നുള്ള അഭിപ്രായം വന്നപ്പോൾ തന്നെ ചൈന പറഞ്ഞു ഈ പണി ഇവിടെ നടക്കത്തില്ല. ഇപ്പൊ പറയുന്ന ഇന്ത്യ ഇത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈ അരക്കൻ ആർമി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അവിടെ ചൈനയുടെ സഹായം മേടിക്കുന്നുണ്ടെന്ന് പറയുന്നു. നമ്മളുടെ BLA എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതി. ഇപ്പം ഇന്ത്യ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ത്യക്ക് ഈ പറയുന്നത് പോലെ ഇതിനകത്ത് താല്പര്യമുണ്ട്. കാരണം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഉള്ള അല്ലെങ്കിൽ അവിടെ അപകടപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കുന്നതിനും ഒക്കെയുള്ള ഒരു സംവിധാനത്തിലേക്ക് വരും. ഇത് അമേരിക്കയുടെ കയ്യിലായ. നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ ഈ അമേരിക്ക വേറൊരു സാധനം കൊണ്ടുവന്നു, ദൈവത്തിന്റെ സമ്പ്രദായം എന്ന് പറയും. ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിന്റെ ഒരു രാജ്യം, ഒരു ക്രിസ്തു രാജ്യം വരുന്നെന്ന് പറഞ്ഞൊരു വാർത്ത നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിന്റെ കുറെ ഭാഗം, ബംഗ്ലാദേശിന്റെ കുറെ ഭാഗം, മ്യാൻമറിന്റെ കുറെ ഭാഗം, അതും ഈ അമേരിക്കയുടെ കളിയാണ്. കാരണം അങ്ങനത്തെ ഒരു രാജ്യം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഒരു രാജ്യം ഉണ്ടായാൽ ഇവരെ ഈ പറഞ്ഞ ചൈന, ബംഗ്ലാദേശ്, ഇന്ത്യ ഇവരെ നിരീക്ഷിക്കാൻ പറ്റും. അത് രണ്ടാമത്തെ അജണ്ടയാണ്. ആ അജണ്ട വർക്കൗട്ട് ആക്കിക്കൊണ്ട് വരികയും ആ രീതിയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ മതപരിവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കം അത് പെട്ടെന്ന് നടക്കാതെ വന്നതും അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസും നമ്മൾ പണിഞ്ഞതും അല്ലെങ്കിൽ അവിടെ ആരാണ് നടത്തുന്നതിനെ പറ്റിയ ഉറ്റുനോക്കി അവർക്ക് പണി കൊടുത്തത് കൊണ്ട് അത് നടക്കുന്നില്ല. അതും ഒരു ഓപ്ഷൻ ആയിരുന്നു. അത് അങ്ങനെ നേരത്തെ വന്നതായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ ഈ രീതിയിലേക്ക് നോക്കുകയാണ്. വളരെ പെട്ടെന്ന് നടക്കുമെന്നുള്ളതൊന്നുമില്ല. പക്ഷെ അമേരിക്കയുടെ ഒരു നീക്കമാണ് പട്ടിണി കിടക്കുന്നവനും അല്ലെങ്കിൽ 20 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന അരക്കൻ ആർമിയുടെ കയ്യിരിക്കുന്ന അല്ലെങ്കിൽ ഈ റേഗൻ സ്റ്റേറ്റ് അവരുടെ കയ്യിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമുണ്ട്. അത്തരത്തിലൊരു വർത്തമാനമുണ്ട്. അതിന്റെ ലക്ഷ്യം ഇതാണ്. അതിനകത്ത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ട്, ചൈന ബുദ്ധിമുട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് ഒരു സൈനിക താവളം ഈ ബേ ഓഫ് ബംഗാളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ മുമ്പേ പറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. അത് പൂർണ്ണമായിട്ടും തകർത്തു. അല്ലെങ്കിൽ അരക്കൻ ആർമി അത് യാതൊരു കാരണവശാലും അനുവദിക്കുന്ന ഒരവസ്ഥയില്ല. ചൈനയും ഇതിന്റെ കൂടെ ഉണ്ട്. ഒന്നിച്ചൊരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നീക്കം ബലപ്പെട്ടു വന്നാൽ ഇന്ത്യ അതിന്റെ പുറകിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ അവസരത്തിൽ യാതൊരു കാരണവശാലും ഈ നീക്കം എന്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അനുവദിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവത്തില്ല. അതിനകത്ത് ഈ അരക്കൻ ആർമി എന്ന് പറയുന്നവർക്ക് അവരൊരിക്കലും അമേരിക്കയുടെ ഭാഗമാകാനും സാധ്യതയില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു രാജ്യം, ഒരു സംവിധാനമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ അവരുടേതായ സ്വന്തമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഞങ്ങളുടേതാണെന്നുള്ള രാജ്യത്തിന്റെ പ്രഖ്യാപനം മാത്രം മതി. അല്ല, അവരുടെ കയ്യിൽ തന്നെയാണ് അതിന്റെ നിയന്ത്രണം മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഖ്യാപനത്തിന് ഈ പറയുന്ന അവരെ അവിടുന്ന് അടിച്ചോദിക്കുകയും അവരുടെ അധികാരങ്ങളും അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക വന്നാൽ അമേരിക്കയുടെ കൂടെ നിന്ന് കൊടുക്കുന്ന ഒരവസരമില്ല. കാരണം അവർക്കവിടെ ആ സ്റ്റേറ്റ് പിടിച്ചെടുത്ത് അവരുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വരണമെന്നുള്ള ആഗ്രഹം. അപ്പം അത് നടക്കണമെങ്കിൽ ഇപ്പം നിൽക്കുന്നത് പോലെ നിന്നാലേ ഒക്കത്തുള്ളൂ. അതിന് സഹായമാക്കുന്ന ആയിട്ട് നിൽക്കുന്ന ഇന്ത്യയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ചൈന കൂടെ കൂട്ടാം. എന്നാലും അമേരിക്കയെ കൂടെ കൂട്ടിയാൽ ആ ഒരു ലക്ഷ്യം നടക്കത്തില്ല. അതുകൊണ്ട് അമേരിക്കയുടെ കൂടെ അരക്കൻ ആർമി നിൽക്കുന്ന ഒരവസ്ഥയില്ല. എല്ലാവരും വിചാരിക്കുന്നത് പോലെ അരക്കൻ ആർമി ഒരു പക്ഷേ അതാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപ്. അവിടെ ആണല്ലോ നേരത്തെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പറയുന്ന സൈനിക താവളത്തിന് സെന്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചിട്ട് ചോദിച്ചില്ലേ, അത് വേണമെങ്കിൽ ഇന്ത്യക്ക് തന്നേക്കാം. വേറെ ആരോട് ചോദിക്കാൻ അമേരിക്കക്ക് ഇന്ത്യക്കാട്ടി വലിപ്പം അല്ലെങ്കിൽ അമേരിക്കക്കാട്ടി വലിപ്പം കൂടുതൽ
ഈ പറയുന്ന ഇന്ത്യക്കുണ്ടോ? ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണേ തരാം, വേറെ ആർക്കും കൊടുക്കില്ല. നമ്മുടെ അപ്പുറത്തെ പോർട്ട് ഉണ്ട്, അതിന് സെന്റ് മാർട്ടിൻസ് ദ്വീപിനോട് ചേർന്ന് കിടക്കുന്നത്. അവിടെ നമ്മൾ നമ്മുടെ കപ്പൽ കൊണ്ടിട്ടുണ്ട്. ആ ദ്വീപിനകത്ത് ലക്ഷ്യം വെച്ച് തന്നെ നമ്മുടെ പടക്കപ്പലോടെ കിടപ്പുണ്ട്. ഈ വിഷയം വന്നപ്പോൾ തന്നെ അന്ന് ഇവരുടെ ഒക്കെ വിഷയം വന്നപ്പോഴും, ബംഗ്ലാദേശി വിഷയം വന്നപ്പോഴും, അല്ലെങ്കിൽ സെന്റ് മാർട്ടിൻസ് ദ്വീപ് ലക്ഷ്യം വെച്ച് പലരും നീങ്ങുന്നത് കണ്ടപ്പോഴും, അല്ലെങ്കിൽ അരക്കനാർമയുടെ കയ്യിലായപ്പോഴും ഒക്കെ നമ്മളവിടെ നമ്മുടെ കപ്പൽ അടുപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് നാളെ കാലത്തെ ഒരു വിഷയം ആരെങ്കിലും കയറി പിടിക്കാൻ പ്രാപ്തമായിട്ട് വന്നാൽ അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അന്നും ചോദിച്ചത് അരക്കനാർമി ചോദിച്ചത് സെന്റ് മാർട്ടിൻസ് ദ്വീപ് വേണം നിങ്ങൾ എടുത്തു, എന്നാ പിന്നെ അമേരിക്ക എത്രയോ കാലം കണ്ടതിന് പുറകെ അമേരിക്ക കൊടുത്താൽ പോലും. അപ്പം ഈ ഒരു നീക്കത്തിന് പുറകിൽ ഇന്ത്യയുടെ താല്പര്യത്തിന് അനുസരിച്ച് മാത്രമേ ഈ പറയുന്ന അരക്കൻ ആർമി ഇതുവരെയുള്ള സ്വഭാവം അനുസരിച്ച് നിൽക്കാൻ സാധ്യതയുള്ളൂ. ഇത് ദൂരവ്യാഹമായ ഒരു പ്രത്യാഘാതം ഈ തീരുമാനമെടുത്ത് ഒരു പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ കെയർ ഓഫിലും അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള കെയർ ഓഫിലും അമേരിക്ക അവിടെ കടന്നു കയറാൻ, സൈനിക താവളം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നീക്കം നടത്താൻ ശ്രമിച്ചാൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ പോകും. അത് പെട്ടെന്ന് നടന്നു പോകുന്ന ഒരവസ്ഥയിൽ. അപ്പം അത് എത്തരത്തിൽ വേഗത്തിൽ അങ്ങനെ ആക്കും എന്ന് വിചാരിക്കുന്നില്ല. ആക്കിയാൽ പ്രശ്നം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അമേരിക്കയ്ക്ക് സൈനിക താവളമില്ലാത്ത ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശും ഇന്ത്യയും. അപ്പോൾ ബംഗ്ലാദേശിൽ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ അത്രയും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് സാർ പറഞ്ഞതിലൂടെ വ്യക്തമാണ്. അതിനുവേണ്ടി അവർ നീങ്ങുമ്പോൾ അരാക്കൻ ആർമി ഇന്ത്യക്കൊപ്പം കൂടി നിൽക്കുകയാണെങ്കിൽ അതിനുള്ള പ്രത്യാഘാതം എന്ന് പറയുന്നത് വലിയ രീതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത്. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.